ഹായ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ കുഞ്ഞ് കോഴിക്കോടും അതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളിതാ രാവിലെ തന്നെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ 10 ദിവസമേ ആയിട്ടുള്ളൂ ഈ കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിന് പ്രീ സ്റ്റാർട്ടറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, തള്ളക്കോഴി അത് മൊത്തം കഴിക്കുന്നതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കോഴീനെ പുറത്തേക്ക് വിട്ടിട്ടാണ് കുട്ടികൾക്ക് മാത്രം കേട്ടോ ഫുഡ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കുട്ടികൾ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല. ആ സമയം കോഴി പുറത്തൊക്കെ ഒന്ന് ചിക്കിച്ചകഞ്ഞിട്ട് അതിന് വേറെ എന്തെങ്കിലും നമ്മുടെ വേസ്റ്റും അങ്ങനത്തെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാ കോഴിക്കുട്ടികൾ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു കോഴിക്കിനെ വെക്കുന്ന സമയത്ത് 2-3 കോഴിനെ ഒരുമിച്ചാണ് കേട്ടോ വെക്കുക. എന്നിട്ട് കോഴികളെ തള്ളക്കോഴിനെ മാറ്റിയിട്ട് ഒരു കോഴിക്ക് എല്ലാ കുട്ടികളെയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ തള്ളക്കോഴികൾ മുടയിടാനാവും ചെയ്യും. ഈ കുട്ടികളെ നമുക്ക് ഒരു തള്ളക്കോഴിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വളർത്തുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തള്ളക്കോഴിനെ പുറത്തേക്ക് മാറ്റിയിട്ട് കുട്ടികളെ മാത്രം വളർത്തും. അപ്പോൾ രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഉഴുന്ന് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കുകയാണ്. പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ ഒരു റെസിപ്പി കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ തന്നെ, ഒരു പ്രാവശ്യം ഉഴുന്ന് വെള്ളത്തിലിട്ടാൽ തന്നെ നമുക്ക് വൈകിട്ട് കുട്ടികൾക്കുള്ള ഫുഡും ഉണ്ടാക്കാം, വൈകിട്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ രാവിലത്തെ ദോശയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. എല്ലാവരും ചെയ്തു നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും, അത് ഉറപ്പാണ്. ഇവിടെ മുഹമ്മദിനും ആദമിനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഉഴുന്ന് 2 കപ്പ് വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരച്ചെടുത്തിട്ട് നമുക്ക് കാണാം. ഈ അരച്ചെടുത്തത് നമ്മൾ 2 ബൗളിലേക്ക് പകുതിയായിട്ട് മാറ്റി വെക്കുക കേട്ടോ ചെയ്യുന്നത്. കാരണം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനും വേണം, ഒരു പാത്രത്തിലെടുത്തത് നമുക്ക് രാവിലത്തെ ദോശ ഉണ്ടാക്കാനും വേണം. അപ്പോൾ രണ്ടും ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഇതാ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഉഴുന്ന് അരച്ച് വെച്ചതിൻ്റെ പകുതി എടുത്തില്ലേ, അതിലേക്ക് നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ലൂസാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊരു നല്ല ദോശമാവിൻ്റെ ലൂസല്ലാതെ കുറച്ചൊരു കട്ടിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ആക്കിയെടുക്കുക കേട്ടോ മാവ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. 1 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞത് പച്ച അങ്ങനെ തന്നെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള കുരുമുളക് പൊടിയും വേണം, കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ളത് നല്ല വേപ്പിൻ്റെ ഇല നല്ലോണം ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും അതെല്ലാം നല്ല ചെറുതാക്കി അരിയണം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ ഈ പറയുന്നതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ വഴറ്റിയെടുത്തത് നേരിട്ടിട്ട് ചൂടോടെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ദോശ ഒട്ടും അങ്ങനെയൊക്കെ പ്രശ്നം വരും. അതൊന്ന് നല്ല ചൂടാറിയതിന് ശേഷം പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് പാത്രം ഒന്ന് ചരിച്ച് വെച്ചിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ലോണം മൂത്ത് പോവും ആ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം കുറച്ച് സമയം നന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരിക്കും ഈ ഒരു ദോശ ഉണ്ടാക്കിയാൽ. ഇവിടെ കുട്ടികൾക്കൊക്കെ നൈസായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇനി കറിയുടെ കൂടെ അല്ലാതെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ഉണ്ടായിരുന്ന കുരുമുളക് പൊടിയും കൂടി മാവിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷമാണ് നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നും കൂടി ടൈറ്റായിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും കൂടി വയറ്റി വെച്ചത് നല്ലോണം അറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഓയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടൈറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ ദോശ കല്ലിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ചെറിയ ദോശകളാക്കിയിട്ട് ചുട്ടെടുക്കുകയാണ്, ചെറിയ അപ്പങ്ങളാക്കി ചുട്ടെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയും നമുക്ക് ചുടാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം, കുഞ്ഞപ്പങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ കുഞ്ഞപ്പായിട്ടാണ് കേട്ടോ ദോശ കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് പാനിൽ ഗ്യാസിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അതാവുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാം.
ഇത് ഞാൻ എന്തായാലും ചോറ് വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ അടുപ്പ് കത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഗ്യാസിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശക്കല്ലിൽ തന്നെയാട്ടോ ചെയ്യുന്നത്. ഈ ദോശ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഇട്ട ഉള്ളി അങ്ങനെ അതൊക്കെ ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇവിടെ ആദമിനൊക്കെ ഇതിലേക്ക് കറിയും ഒന്നും ആവശ്യമില്ല, ചമ്മന്തി ഒന്നും വേണ്ട. വെറുതെ ഇങ്ങനെ പാത്രത്തിൽ പിച്ചിട്ട് കൊടുത്താൽ തന്നെ അവന് 2 3 ഒക്കെ കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ രാവിലെയാണല്ലോ നമുക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ള ഭയങ്കര ടെൻഷനിലായിരിക്കും. ദോശ ചുടണോ, നൂൽപുട്ട് ചുടണോ, പുട്ട് ചുടണോ, അങ്ങനെ വെറൈറ്റി ആയിരിക്കും. ഓരോന്ന് എന്താ ചുടണം എന്നുള്ള ടെൻഷനായിരിക്കും. അപ്പം നമുക്ക് ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാവുമെന്ന് ഉറപ്പാണ്. ഇഷ്ടമായാൽ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മാറ്റി വെച്ചിട്ടുള്ള മാവ് കൊണ്ട് നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യുന്നത് തന്നെ കേട്ടോ. നമ്മുടെ ഉഴുന്നുവട കുറച്ച് കുഞ്ഞതാക്കിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതും ഭയങ്കര ടേസ്റ്റാണ്. അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതാ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി മുഹമ്മദ് ആട്ടോ കഴിക്കുന്നത്. മുഹമ്മദിനോട് വീഡിയോ എടുക്കാൻ നീ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവരിതാ കഴിക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് ഞാൻ ഇതിലേക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കടലക്കറി ഉണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അതും കഴിക്കാം. മുഹമ്മദിന് ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ പൊരിക്കാറില്ല. മീൻ ഇങ്ങനെ വലയിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. മസാല കൂട്ടിയിട്ട് വലയിച്ചെടുക്കും. കുട്ടികൾക്കൊക്കെ നമ്മൾ പൊരിച്ച മീനുകൾ എണ്ണയിൽ പൊരിച്ച് കോരിയത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അതിനോട് തന്നെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം വരിക. പിന്നെ നമ്മൾ വലയിച്ചതും അങ്ങനെ ഉള്ള മീനുകളൊന്നും അവർ കഴിക്കാതാവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനേക്കാളും മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വലയിച്ച് മീൻ കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് അതേ മാവ് തന്നെ നമ്മൾ ഉള്ളിയും സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ, ഉള്ളി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ വേപ്പില, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് 1 2 ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മാവിലേക്ക് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചൊരു ക്രിസ്പിനെസ് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചൊരു അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു കപ്പിലൊരു അരയൊക്കെ മതി കേട്ടോ. നമ്മളിതിനെ കുഴക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മളിത് കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് വലുതാക്കിയിട്ട് എടുക്കണമെങ്കിൽ വലുതാക്കി എടുക്കാം. ഞാൻ കുഞ്ഞതാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് വിരൽ ഉപയോഗിച്ചിട്ട് ഒരു ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച് നിർബന്ധം, കാരണം അതിലേക്ക് എണ്ണയൊക്കെ പോയിട്ട് ഒന്ന് നല്ലോണം ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഉഴുന്നായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ ചട്നിയോ എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള അധികം എരിവിടാതെ കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിതിൻ്റെ കൂടെ എരിവ് കുറച്ചിട്ട് തക്കാളി അങ്ങനെ ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മളിത് പൊരിച്ച് കോരി എടുക്കുകയാണ്. ഞാൻ കുഞ്ഞതാക്കി ഉണ്ടാക്കിയതാട്ടോ. ആവശ്യമുള്ളവർക്കിത് വലിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ കാണാൻ ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലുണ്ടാവും ഒന്നിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓണത്തിനുള്ള പൂക്കളം കുറച്ച് വരച്ച് കൊടുക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനക്ക് നല്ല ഇഷ്ടമാണ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പഴയ നോട്ട് ബുക്കിൻ്റെ പേജിൽ കുറച്ച് പൂക്കളത്തിൻ്റെ ചിത്രങ്ങൾ നമ്മൾ ജസ്റ്റ് വട്ടം വരച്ച് കണ്ട് അങ്ങനെ പൂക്കളം ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ കൊടുക്കുന്നത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കൊടുക്കുന്നത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പുറത്തേക്കും അങ്ങനെയൊക്കെ ആയിട്ടാവും കളർ കൊടുക്കുക. നമ്മൾ ജസ്റ്റ് കളേഴ്സിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ കൊടുത്തോളും. അങ്ങനെയൊക്കെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മളെ ഒഴിവ് സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് അങ്ങനത്തതൊക്കെ പെട്ടെന്ന് പഠിയും. അപ്പോൾ അവന് കളർ എടുത്തു കഴിഞ്ഞാൽ ആദമിന് ആ കളറും വേണം, നോട്ട് ബുക്കും വേണം, എല്ലാം വേണം കേട്ടോ. അവനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവൻ ടേബിളിൽ കയറിയിരുന്നത് തന്നെ ഇവനെ പേടിച്ചിട്ട് ടേബിളിൽ കയറിയതാണ്. ഇവൻ ക്രയോണൊക്കെ എടുക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, നേരെ ടേബിളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല കരച്ചിലാണ്. ഞാൻ താഴേക്കിട്ട് ഇറക്കും. അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞ് അലമ്പാക്കിയിട്ട് പിന്നെ ഞാൻ കയറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ
ഇതാ മുഹമ്മദ് നല്ല അടിപൊളിയിൽ കളറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അവനക്ക് ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവന് പറ്റാത്ത സ്ഥലങ്ങളിൽ ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇതാ അതുമ്പോൾ നല്ല കരച്ചിലാണ് ടേബിളിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ. ടേബിളിൽ കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കുട്ടികളെ നമ്മൾ ഉയരത്തിൽ കയറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര അപകടമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉയരത്തൊക്കെ കയറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇതാ കളറൊക്കെ എടുത്തിട്ട് എനിക്ക് തരുന്നുണ്ട്. ഒക്കെ അവന് വായിലൊന്നും ഇടില്ല കേട്ടോ. ചില കുട്ടികൾ വായിലിട്ടിട്ട് അങ്ങനൊന്നും ചെയ്യാറില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികളെ എപ്പോഴാണ് അവരെ മൈൻഡ് മാറുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ കുട്ടികളെ കയ്യിൽ എന്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ഇതാ ഒക്കെ കഴിഞ്ഞിട്ട് മുഹമ്മദ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് കുഞ്ഞുഴുന്ന് വട അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവനക്ക് ചമ്മന്തി കുറച്ച് എരിവില്ലാത്ത ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അവനക്ക് അത് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് അവരുടെ ഹെൽത്തിന് തന്നെ നല്ലതാണ് ഉഴുന്നൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൽ ഇത്തിരി ഉഴുന്ന് ആഡ് ചെയ്യുന്നത് നല്ലതാണ് അവരുടെ ശരീരത്തിന്. ഇതാ മോളും വന്നിട്ട് ഉഴുന്ന് വടയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അവരിതാ ചമ്മന്തി കൂട്ടിയിട്ട് രണ്ടുപേരും കഴിക്കുകയാണ്. ഈ ഒരു റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. കാരണം നമുക്ക് ഒരു മാവിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 2 ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അത് രാവിലെ നമുക്ക് ഉണ്ടാക്കാം, വൈകിട്ടത്തേക്ക് പലഹാരമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും കാണരുത് കേട്ടോ. കാരണം ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നമ്മുടെ കഴിഞ്ഞ കോഴിക്കോടിൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ നമ്മളതിൽ അവരോട് ദേഷ്യം കാണിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം അത് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളാണ്. നമ്മളറിയാതെ ചെയ്തു പോയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പറ്റിപ്പോയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മളത് ഉൾക്കൊള്ളാനും, പ്രത്യേകിച്ച് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആവുമ്പോൾ, ഒരു വീഡിയോസ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ, ആരെങ്കിലും പറഞ്ഞു തരുന്ന കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളെ നമ്മൾ ഉൾക്കൊള്ളാൻ ആദ്യം തയ്യാറാവണം. അതിനെ നമ്മൾ മനസ്സിലെടുത്തിട്ട് നമ്മൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ അതിനെ ന്യായീകരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ നമ്മളൊരിക്കലും മാറ്റങ്ങൾ വരുത്താൻ റെഡിയല്ല എന്നാണ്. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു തരുന്നതിന്, എന്നാൽ ചിലവർ നമ്മുടെ നെഗറ്റീവ്സ് മാത്രം പറയുന്നവരുണ്ടായിരിക്കും. അത് ഉൾക്കൊണ്ടിട്ട് ആകെ നമ്മൾ ഡെസ്പാവണം എന്നല്ല പറയുന്നത്. എന്നാൽ പോലും മറ്റുള്ള സ്നേഹത്തോടെ പറഞ്ഞു തരുന്ന നെഗറ്റീവ്സിനെ നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇതാ ഇക്കൊക്കെ രാത്രിയായപ്പോൾ ഇക്കൊക്കെ വന്നിട്ട് ഇക്കതാ സാലഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇതാ മോൻക്ക് നല്ല ഇഷ്ടമുള്ള വേറൊരു കളിയാണ് കേട്ടോ, ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് യൂട്യൂബിൽ അടിച്ചിട്ട് അവന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇങ്ങനെ കാണും. എന്നിട്ട് ആ ബ്ലോക്കുകൾ അവൻ തന്നെ ഉണ്ടാക്കി നോക്കൂട്ടോ. ഒരുപാട് സമയം ആ ഒരു കട്ടകൾ ഉപയോഗിച്ചിട്ട് അവൻ എന്ത് ചെയ്യും, ഇരിക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ യൂട്യൂബിൽ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് പിന്നെ അവനിങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇക്കതാ സാലഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൈരും പിന്നെ കക്കരിക്കും പിന്നെ നെല്ലിക്ക അങ്ങനെ എന്തെങ്കിലും ഒരു ആഡ് ചെയ്തുകൊണ്ട് രാത്രി ആയിട്ടുണ്ടെങ്കിൽ സാലഡ് കഴിക്കും. കുട്ടികൾക്ക് നമ്മൾ മൊബൈലിൻ്റെ ലോകത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിംസുകളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിലൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും മൊബൈലിൽ അഡിക്റ്റായിട്ട് മൊബൈലിലേക്ക് ഇങ്ങനെ വരില്ല. അല്ലാന്നുണ്ടെങ്കിലാണ് നമ്മളും അതിൽ പങ്കാളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ കൂടെ പുതിയ പുതിയ ബ്ലോക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവർ ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ കട്ടകൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതൊരു കുഞ്ഞ കാര്യമായിരിക്കും. എന്നാൽ കുട്ടികൾക്കതൊരു അവരെന്തോ വലിയൊരു സംഭവം ചെയ്ത പോലെ ആയിരിക്കും. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുക. നമ്മളതിനെ മെയിൻറ്റ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നും ഇത് വലിയ സംഭവമൊന്നും അല്ലാന്ന്. നമ്മൾ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തത്, എവിടെ നിന്നാണ് പഠിച്ചത്, നിനക്ക് ഇങ്ങനെയൊക്കെ അറിയുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്കത് കുഞ്ഞ കാര്യമായിരിക്കും. പക്ഷെ കുട്ടികൾക്കത് അവർ ചെയ്ത വലിയ എന്തോ ഒരു സക്സസ്സാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുക, മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികൾ ആരും മൊബൈൽ എടുക്കൂല. ഇത് എൻ്റെ ഏറ്റവും വലിയൊരു ടിപ്പാണ്. എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക.